ഹലോ, ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി പാൻ ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു സൈഡ് സെറ്റായതിന് ശേഷം അടുത്ത സൈഡും കൂടി തിരിച്ചിട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ ഒന്നുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, 2 സ്പൂൺ പഞ്ചസാര ഇത് ചേർത്തിട്ടൊന്ന് കളറ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതും സെറ്റായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി കുറച്ച് ലൂസായോ എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. എന്താകുമോ എന്തോ, ഇനി അവസാനം കണ്ടറിയാം. ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ ഒന്നുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പാലും മുട്ടയൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ബാറ്റർ ഒഴിച്ച് കൊടുത്ത പാടനെ നമ്മളിനി വാട്ടിയിട്ടുള്ള പഴയൊക്കെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എൻ്റേത് കുറച്ച് കരിഞ്ഞു പോയി. ഇതിപ്പം പൊട്ടുന്ന അവസ്ഥയായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി കുറച്ച് ലൂസായി പോയെന്ന്. അതുകൊണ്ടാണ് ഇക്കോലത്തിൽ കാണുന്നത്. 1 സ്പൂൺ മൈദ എന്നുള്ളത് നിങ്ങൾ ചേർക്കുമ്പോൾ 2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇത് കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ, സംഭവം കൊള്ളാം. ഇതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും.